നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന പൊതു സ്വഭാവങ്ങൾ, അത് അവരുടെ ജന്മസമയമനുസരിച്ച്, അതായത് ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. ആ പാദങ്ങളിൽ ജനിച്ചാൽ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം, ഇങ്ങനെ പാദങ്ങൾ തിരിച്ച് ഈ പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും ന്യൂനതകളുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് മകം നക്ഷത്രക്കാരും മകം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മകം നക്ഷത്രക്കാരോട് ബന്ധുത കൂടാൻ പോകുന്നവരും എല്ലാം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മകം നക്ഷത്രത്തിന്റെ ഏത് പാദത്തിൽ ജനിച്ചാലും ഇവർക്ക് കുറച്ച് പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ സ്വഭാവങ്ങൾ പറഞ്ഞതിന് ശേഷം പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളിലേക്ക് കിടക്കാം. മകം നക്ഷത്രത്തിൽ ജനിച്ചാൽ വളരെ സത്യവാനായിട്ടാണ് കാണുന്നത്. വലതുവശത്ത് മറുകുള്ളവരായിരിക്കും. ദൈവിക കാര്യങ്ങളിലൊക്കെ തൽപരരാകും. വളരെയധികം വിനയത്വമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത്. വളരെയധികം വിദ്യ അഭ്യസിക്കാനൊക്കെ താല്പര്യമുള്ളവരായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് സ്ഥിരമായിട്ട് ശത്രുക്കൾ ഉണ്ടാവുന്നതാണ്. സജ്ജനങ്ങളാലൊക്കെ സ്തുതിക്കപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. വളരെ സമ്പത്തും അനുഭവവും ഒക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. വളരെ ഉത്സാഹശീലരായിരിക്കും. പിതൃക്കളിലൊക്കെ വളരെയധികം ഭക്തിയുള്ള ആളുകളായിരിക്കും. നീതിന്യായ കാര്യങ്ങളിലൊക്കെ ശോഭിക്കാൻ ഇവർക്ക് കഴിയും. വളരെയധികം സൗന്ദര്യമുള്ളവരായിരിക്കും ഇവര്. ഇനി 1-ാം പാദത്തിൽ ആണ് ഇവർ ജനിക്കുന്നതെങ്കിൽ വേഗത്തിൽ സംസാരിക്കുന്നവരായിരിക്കും. വലിയ കാര്യങ്ങളൊക്കെയാണ് ഇവര് ആഗ്രഹിക്കുന്നത്. എപ്പോഴും വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണുകളൊക്കെ ചുവന്ന് ഇരിക്കുന്നതാണ്. കണ്ടാൽ പേടി തോന്നുന്നത് പോലെയാണ്. വളരെയധികം രോമമൊക്കെ ഉള്ളവരായിരിക്കും. പ്രവൃത്തികളിലെല്ലാം ഇവര് സമർത്ഥരായിരിക്കും. വളരെയധികം ഐശ്വര്യമുള്ളവരായിരിക്കും ഇവര്. പൊക്കം ഇവർക്ക് അല്പം കുറഞ്ഞിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. സജ്ജനങ്ങളെയൊക്കെ ഇവര് ആദരിക്കുന്നതാണ്. എന്നാൽ ഇവര് 2-ാം പാദത്തിൽ ജനിച്ചാല് വളരെയധികം ദുർമാർഗിയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു കണ്ണ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചെവിക്കൊക്കെ രോഗം വരാനുള്ള സാധ്യത വളരെയേറെയാണ്. വളരെയധികം ചെലവ് ഇവർക്കുണ്ടാവുന്നതാണ്. എന്നാൽ ഇവരുടെ മനസ്സെപ്പോഴും പ്രസാദമുള്ളതായിരിക്കും. മുഖത്ത് കറുത്ത പാടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവര് ദുർമാർഗിയൊക്കെ ആണെങ്കിലും ഇവർക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത് ഒരിക്കലും മറക്കില്ല. അത് അവര് എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കും. ഉയരം സ്വല്പം കുറവായിരിക്കും. കൂടെ നിൽക്കുന്ന ആളുകളെ എല്ലാം ഇവര് സ്നേഹിക്കുന്നതാണ്. എന്നാൽ 3-ാം പാദത്തിൽ ജനിച്ചാല് കഠിനമായിട്ടുള്ള ഹൃദയമുള്ള ആളുകളായിരിക്കും. അത്ര ശുഭചിന്തയുള്ള ആളുകളായിരിക്കില്ല ഇവര്. നന്നായി സംസാരിക്കുന്ന ആളുകളായിരിക്കും. ബാല്യകാലത്ത് ഇവർക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും അത് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മന്ത്രതന്ത്ര വിദ്യകളിലൊക്കെ ഇവർക്ക് അറിവുണ്ടാകും. എന്നാൽ മാതാവിന്റെ വാക്കുകളെ ഇവര് അക്ഷരം പ്രതി അനുസരിക്കുന്നതാണ്. സത്യത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളാൻ ഇവർക്ക് കഴിയുന്നതാണ്. ധനമൊക്കെ വർദ്ധിച്ചു വരാനുള്ള ഒരു ഭാഗ്യം ഇവർക്കുണ്ടാവുന്നതാണ്. 4-ാം പാദത്തിൽ ജനിച്ചാല് ശ്രവണശക്തി കുറച്ച് കുറയുന്നതാണ്. ചില ആളുകൾക്ക് ഇവര് എപ്പോഴും വിധേയത്വമായിട്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് എപ്പോഴും ദന്തരോഗം ഉണ്ടാവുന്നതാണ്. കോപം വളരെ കൂടുതലായിരിക്കും. കർമ്മമൊക്കെ എപ്പോഴും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. തലയ്ക്ക് സ്വല്പം വലിപ്പമുള്ള ആളുകളായിരിക്കും. ശരീരത്തിനൊക്കെ നല്ല ബലമൊക്കെ ഉള്ളവരായിരിക്കും. ഇവർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ ഇവർക്ക് വളരെയധികം അറിവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇവർ എല്ലാവരിലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരിക്കും. ഇത്രയുമാണ് മകം നക്ഷത്രക്കാരുടെ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങള്. ഒരാളുടെ ഫലങ്ങൾ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ജന്മസമയം കൃത്യമായി നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ 4 പാദങ്ങളിൽ ജനിച്ചാലുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു അറിയിപ്പ്, നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കും അറിവുകൾക്കുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.